ഫ്രണ്ട്സ്, അപ്പം നമുക്കിന്ന് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി വെണ്ടയ്ക്ക മുളകിട്ടതിൻ്റെ റെസിപ്പി ഉണ്ടല്ലോ. അപ്പോൾ എരിവും പുളിയൊക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനായിട്ട് അടുപ്പത്തോട്ട് ഒരു ചട്ടി വെച്ച് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുക്കാം. അതിലേക്കിനി കടുകും ഉലുവയും കൂടെ ഇട്ട് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ഇതിലേക്കിനി ഒരു സവാള അരിഞ്ഞതുകൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്കിനി കുറച്ച് ഉപ്പും 2 പച്ചമുളക് അരിഞ്ഞതുകൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ഒരു തക്കാളി അരിഞ്ഞതുകൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വെന്ത് പോകണ്ട. അതിലേക്കിനി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഈ പൊടികൾ മൂന്നൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അപ്പോഴത്തേക്കും ഇതിലേക്കിനി തക്കാളിയും സവാള, ഇതെല്ലാം പകുതിയാണ്, പകുതി സവാള പകുതി തക്കാളി 2 വെളുത്തുള്ളി ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് അരച്ച പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കിനി നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം. ഞാൻ വാളംപുളിയുടെ വെള്ളമാണ് എടുത്തിട്ടുള്ള. കുടംപുളി ഇടുന്നവർക്ക് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ശേഷം കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ 2 വെണ്ടയ്ക്ക ചെയ്തുകൊണ്ട് അതുകൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടെടുത്താൽ കറി റെഡിയായേ.